എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിട്ട് കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എന്തോ ഒന്ന് മിസ്സിങ് ആയ പോലെ അങ്ങനെ തോന്നുന്നു ഒരു വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതൊന്നും നടക്കണില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ജ്യൂസ്, ഇപ്പോൾ ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു ജ്യൂസ് കാണിച്ചു തരാം. അത് വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റിയാണ്, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പച്ചമാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമാങ്ങ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുക. ഞാൻ കുറേ മാങ്ങ ഇവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. കാരണം എന്നിട്ട് അതൊക്കെ എടുത്ത് ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോൾ അതൊക്കെ പഴുത്തിക്കണം. അപ്പോൾ അത് വീണ്ടും അതിലേക്ക് തന്നെ വെച്ചതാണ്. എന്നിട്ട് വീണ്ടും മരത്തുമെന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ പച്ചമാങ്ങ. അപ്പോൾ മാങ്ങ ഇഷ്ടപ്രകാരം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം പച്ചമാങ്ങ കുറച്ച് നമുക്കിടാം. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മിന്റ്, പുതിന, പച്ചമുളക് ഒരു കഷ്ണം മതി ഇട്ടോ. ഞാൻ ഇതിൻ്റെ പകുതി ഇടുകയാണ്, കണ്ണിലേക്ക് തട്ടി ഒരു പകുതി ഇടുകയാണ്. പിന്നെ ഇഞ്ചി ഇത്ര ഒരു കഷ്ണം ഇരുന്നോട്ടെ ഇഞ്ചി. ഇനി നമുക്കിതിലേക്ക് ലേശം ഉപ്പ്, ഇപ്പം ചൂടൊക്കെ അല്ലേ, കുറച്ച് ഉപ്പിടാം, അധികം ഉപ്പിടണ്ട, ഒരു ലേശം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര മതി. പഞ്ചസാരയും ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചിട്ട് വരാം. അരച്ച് കൊണ്ടുവന്നുണ്ട്. ലേശം ലെമൺ കൂടി ഒഴിക്കുന്നു കേട്ടോ. ലെമൺ ഒഴിച്ച് അരക്കണമായിരുന്നു, മറന്നുപോയി. കാരണം ലെമൺ ഒഴിക്കുകയാണ്. ഇത് ഈ അരിപ്പയിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിക്കാം. ഐസ് ഇടാം. ഐസ് വേണ്ടവർക്ക് ഐസ് ഇടാം. ഞാൻ ഐസ് അങ്ങനെ ഇട്ട് ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. നമ്മുടെ പച്ചമാങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായ കഴിച്ചു വെക്കുക, ഉണ്ടാക്കി നോക്കുക. എല്ലാവരും പഴുത്ത മാങ്ങ ഷെയ്ക്ക്, പഴുത്ത മാങ്ങേൻ്റെ ജ്യൂസൊക്കെ അടിക്കരുത്. പച്ചമാങ്ങേൻ്റെ അങ്ങനെ ആരും അടിച്ചിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് അടിച്ചു വെക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇവിടെ മാങ്ങ നിറയുള്ള കാരണം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ വേറെന്താ, ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടമായപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.